നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ ആന്റണി പരാജയപ്പെട്ടിരുന്നു. പത്തനംതിട്ടയിൽ UDF ആണ് ജയം നേടിയത്. ബി.ജെ.പിയുടെ ഈ പരാജയത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? അനിൽ ആന്റണി വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. ഇപ്പോൾ ഇതാ അനിൽ ആന്റണിയുടെ പരാജയവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണവുമായി PC ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ ആന്റണിക്ക് നാടുമായി ഒരു ബന്ധവുമില്ലായിരുന്നെന്നും ഇത് തോൽവിക്ക് കാരണമായതായും ബി.ജെ.പി. നേതാവും പൂഞ്ഞാർ മുൻ MLA-യുമായ PC ജോർജ് പ്രതികരിച്ചു. അനിലിന് വോട്ട് പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിട്ടതെന്നും PC ജോർജ് വിമർശിച്ചു. അനിലിനെ പോലെ ആരുമായി ബന്ധമില്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കാനാകില്ല. കോൺഗ്രസ് നേതാവ് AK ആന്റണി മകനെ തള്ളിപ്പറഞ്ഞതും പേരുദോഷമായി. ജയിക്കാവുന്ന സീറ്റ് അനിൽ നശിപ്പിച്ചുവെന്നും PC ജോർജ് കുറ്റപ്പെടുത്തി. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ ചിന്തിച്ചു വേണം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. നാടുമായി ബന്ധമുള്ള ആളിനെയോ നാട്ടിൽ അറിയപ്പെടുന്നവരെയോ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നവരെയോ ആണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്. എങ്കിലേ ഒരു നിലയും വിലയും ഉണ്ടാകൂ എന്നാണ് PC ജോർജ് പറയുന്നത്. അത്തരത്തിലൊരാൾ വരുമ്പോൾ, അതായത് ജനങ്ങൾക്ക് നാടിനും അറിയാവുന്ന ഒരാൾ വരുമ്പോൾ ജനങ്ങൾക്ക് അത്തരക്കാരോടൊരു ആഭിമുഖ്യം ഉണ്ടാകും. അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് വോട്ടുണ്ടാകണം. CPM-ന് സ്വന്തം നിലയ്ക്ക് വോട്ടുണ്ട്. ആരെ നിർത്തിയാലും പലയിടങ്ങളിലും ജയിക്കാനാകും. BJP പതുക്കെ വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഇതുപോലെ ആരുമായി ബന്ധമില്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കാനാകില്ല എന്നാണ് PC ജോർജിന്റെ നിരീക്ഷണം. അനിലിന് വോട്ട് പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയെന്നും പൂഞ്ഞാർ പഞ്ചായത്തിൽ അനിലിനെ ലീഡ് ചെയ്തു. പൂഞ്ഞാർ മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകൾ 2ാം സ്ഥാനത്തെത്തി. മുണ്ടക്കൈ മേഖലയിൽ തകർച്ച കാരണം അവർക്ക് അനിലിനെ അറിയില്ല. താൻ പലരോടും വ്യക്തിപരമായി ഫോണിൽ വിളിച്ച് വോട്ട് അഭ്യർത്ഥിച്ചാണ് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. ഇനിയെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ പാർട്ടി ശ്രദ്ധിക്കണം, ജനങ്ങളുമായി ബന്ധം വേണമെന്നും PC ജോർജ് പറഞ്ഞു. അനിൽ നല്ല ചെറുപ്പക്കാരാണ്, പക്ഷെ അനിലിന് കേരളവുമായി ഒരു ബന്ധവുമില്ല. AK ആന്റണിയുടെ മകനെന്നേയുള്ളൂ. ആന്റണി തന്നെ മകനെ തള്ളിപ്പറഞ്ഞു. അത് പേരുദോഷമായി മാറി. ജയിക്കാവുന്ന സീറ്റ് നശിപ്പിച്ചു. ഭാവിയുള്ള ചെറുപ്പക്കാരനായിരുന്നു. പത്തനംതിട്ടയിൽ പാർലമെന്റിൽ മത്സരിച്ച് ഭാവി നശിപ്പിക്കരുതായിരുന്നുവെന്നും PC ജോർജ് പറഞ്ഞു. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പത്തനംതിട്ട സീറ്റ് ചോദിച്ചിരുന്നുവെന്ന പ്രചാരണം PC ജോർജ് തള്ളി. ഇക്കാര്യം ആരോട് വേണമെങ്കിലും ചോദിക്കാമെന്നും താൻ അത്തരത്തിൽ സീറ്റ് ചോദിച്ചിരുന്നില്ല എന്നുമാണ് PC ജോർജിന്റെ നിലപാട്. ഞാൻ പത്തനംതിട്ട സീറ്റ് ചോദിച്ചിട്ടില്ല. BJP-ക്കാരോട് വേണമെങ്കിൽ ആർക്കും ചോദിക്കാം. 7 നിയോജക മണ്ഡലം ഭാരവാഹികളും താൻ മത്സരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ താൻ ഇടപെട്ടിട്ടില്ല. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ BJP-ക്ക് വോട്ട് കൂടിയത് ശബരിമല വിഷയം കാരണമാണ്. ഇപ്പോൾ ആ വിഷയമില്ല. പിണറായി വിജയൻ ഇത്തവണ ശബരിമലയ്ക്ക് പകരം തൃശൂർ പൂരത്തിന് പുറകെ പോയി. BJP-ക്ക് നല്ല ഭാവിയുണ്ട്. കേരളത്തിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാനും കഴിഞ്ഞു. ഇന്ത്യയുടെ രക്ഷ BJP-യിലാണ്. കേന്ദ്രത്തിൽ സീറ്റ് കുറഞ്ഞത് നന്നായി. ഇനിയെങ്കിലും പാഠം പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ക്രിസ്ത്യൻ ഹിന്ദു സമൂഹം ഒന്നിക്കണം. അഭിമാനമുണ്ടെങ്കിൽ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് PC ജോർജ് നടത്തിയിരിക്കുന്നത്. എന്തായാലും അനിൽ ആന്റണിയുടെ പരാജയത്തിൽ അദ്ദേഹം നിർണായകമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.